പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്തെ സ്ഫോടനത്തിൽ പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. പൊട്ടിത്തെറിച്ച വസ്തുവിന്റെ ഫോറൻസിക് പരിശോധനയും നടത്തും. വിഷ്ണുപ്രകാശുണ്ട്. വിഷ്ണു, ഉഗ്രശേഷിയുള്ള വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് FIR-ലുള്ളത്. ഇപ്പോൾ തെളിവെടുപ്പും പരിശോധനകളുമൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നുണ്ട്? പ്രതീക്ഷ ബുധനാഴ്ച വൈകിട്ടാണ് ഇത്തരത്തിൽ മൂലന്തറയിലുള്ള സ്കൂളിൽ നിന്നും RSSന്റെ നേതൃത്വത്തിലുള്ള സ്കൂളിൽ നിന്നും ഒരു സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നത്. ഒരെണ്ണം പൊട്ടി, ബാക്കി 4എണ്ണമായിരുന്നു ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം വന്ന് കണ്ടെടുക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള FIR ചുമത്തിക്കൊണ്ടാണ്, വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ CCTV-കൾ പരിശോധിച്ചിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സൂചന കിട്ടുമോ, ആരാണ് വച്ചത് എന്നതിലടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ CCTV പരിശോധിച്ചത്. എന്നാൽ ഈ സംഭവം കണ്ടെടുത്ത പരിസരത്ത് CCTV ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുന്ന വിവരം. ഇതിൽ തന്നെ ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ സ്ഫോടക വസ്തുക്കളുടെ തന്നെ പരിശോധനയ്ക്കായിട്ടുള്ള ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കേണ്ട നടപടികളുണ്ട്. ഇതിന് മുന്നോടിയായി കോടതികളുടെ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. ഇതിനുശേഷം ഇത് സ്ഫോടക വസ്തുക്കളുടെ തീവ്രത പരിശോധിക്കുന്നതിനടക്കം വേണ്ട ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഏതായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. സ്കൂൾ മാനേജ്മെന്റ് ആണ് ഇത്തരത്തിൽ ഒരു പരാതി കൊടുത്തത്. ഇത് ആര് വെച്ചു, എവിടെ, എങ്ങനെ കൊണ്ടുവച്ചു എന്നുള്ളതിൽ ഒരു പരാതി സ്കൂൾ മാനേജ്മെന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രത്യാരോപണങ്ങളും ഇതിൽ നടക്കുന്നുമുണ്ട്. ശരി, വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.